Hello, welcome to our channel, The Wheel of Fortune 777 Tarot. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് ഓഫ് ദ നെയിം പറയാം. പേഴ്സണൈസ്ഡ് റീഡിങ്സ് നമ്മൾ കുറച്ചായിരിക്കും എടുക്കുന്നുണ്ടാവുക, 2 റീഡിങ്സ് ഒരു ഡേയിൽ. ഡിവൈൻ പീസ് ഗൈഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് ഇന്നർ വോയിസ് ആണ് വന്നിട്ടുള്ളത്. 3 കാർഡ്സ് എടുത്തിട്ട് നമുക്ക് പറയാം, അല്ല ഒരു ലോങ് വീഡിയോ ആയി പോവും. റെസിപ്റ്റിവിറ്റി, യൂസിന്റെ പേഴ്സന്റെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നുള്ള കറന്റ് ഫീലിങ്സ് എന്താണ്? പ്ലേഫുൾനെസ്, റിബൽ, ഓക്കെ. പ്ലേഫുൾനെസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഓവറോൾ എനർജി ആയിട്ട് പ്ലേഫുൾനെസ് ആണ് വന്നിട്ടുള്ളത്. ലെറ്റ് മീ ചെക്ക്. മെച്യൂരിറ്റി, എക്സ്പീരിയൻസ്, പ്രൊജക്ഷൻസ്, ഗോയിങ് വിത്ത് ദി ഫ്ലോ ആൻഡ് കോൺഷ്യസ്നെസ്. ദ ബോർഡൻ. ഈ ബോർഡൻ വെച്ചിട്ട് നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രസന്റ് സിറ്റുവേഷൻ, എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബോർഡനിലാണുള്ളത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഫാമിലിയിലെ തന്നെ മൂത്ത ഒരു മോനായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. അവർക്കൊരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ചെയ്തു തീർക്കാനുള്ള, ഒത്തിരി അധികം ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കേണ്ടത് കൊണ്ട് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇവര് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന രീതിക്കായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണെങ്കിലും മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും സെയിം എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ മാരിഡ് അല്ല, സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഫാമിലി പേഴ്സൺ ആണ്. അവർക്ക് ഫാമിലി, അച്ഛൻ, അമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സും ഡിപെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ ഡിസിഷൻസും ഓരോ നിമിഷവും ഈ ഒരു വ്യക്തി ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓൾറെഡി നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നും എക്സാക്ട് ഇവരുടെ എനർജീസ് എന്താണെന്നും മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോ പറയുമ്പോൾ തന്നെ ബാക്കി നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും എക്സാക്ട് എന്താണ് ആ ഒരു വ്യക്തിയുടെ എനർജീസ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ഇയാൾക്ക് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി അധികം റെസ്പോൺസിബിലിറ്റീസ് ആൾക്കുണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റീസിനെ എല്ലാം മുന്നോട്ടേക്ക് നോക്കി ആ ഒരു ബേർഡനിലും ആ ഒരു ടെൻഷനിലും ഈ ഒരു വ്യക്തി പോകുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഗോയിങ് വിത്ത് ഫ്ലോഡ് എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജി ഈ റിബൽ എന്താണ്, റിബൽ പഴയ കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു റിബലിന് ആ ഒരു കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റേ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ലെങ്കിൽ ആ ഒരു എനർജി ഒന്നും അല്ലാതാവുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. ചില ടൈമില് നമ്മളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഫാമിലിക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില ആളുകൾക്കായിരിക്കാം. അപ്പം അതുപോലെ തന്നെ എനർജീസ് ഈ ഒരു റോളിനെ ഒരു വ്യക്തി ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു വ്യക്തി ഡൗൺ ആവുന്ന ടൈമിൽ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫീലിങ്സും ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ ഡൗൺ ആവുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവും. പ്രത്യേകിച്ച് ന്യൂ മൂൺ, ഫുൾ മൂൺ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് സംഭവിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്യുന്ന ഇത് എന്റെ അസുഖമല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അസുഖമാണ്, അത് എന്നിലേക്ക് മിറർ ചെയ്തതാണ്. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം.
ഓക്കെ, ഇവിടെ മിററിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് ഐ ചക്ര വളരെയധികം ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് നടക്കുന്നോ ഒരു കാര്യത്തിനെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ എപ്പോഴും ഈ ഒരു വ്യക്തി എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരു റിസപ്റ്റിവിറ്റിയുടെ എനർജീസ്, നമ്മളെന്താ റിസീവിംഗ് മോഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ എപ്പോഴും ഒരു റിസീവിംഗ് മോഡിലാണ് നിന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമില് നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരാളോട് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ തിരക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലുണ്ട്, എക്സാമ്പിൾ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അവരുമായിട്ട് സെപ്പറേഷനിലാവുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ നന്നായിട്ട്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വഹിച്ചിട്ടുള്ള ആ ഒരു റോൾ എന്തോ ആയിക്കോട്ടെ, ആ ഒരു റോൾ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ മാക്സിമം ഈ ഒരു വ്യക്തി എന്താ പറയാ, മാക്സിമം ഈ ഒരു വ്യക്തി മെച്യൂരിറ്റിയോട് കൂടി ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഒരു പക്ഷെ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസ് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് ഈ ഒരു വ്യക്തി ഇവരുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് അതിൽ ആ ഒരു ഇമോഷൻസിൽ ആ ഒരു ഫീലിംഗ്സിൽ ഇവർക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റേബിൾ ആയിട്ട് ആ ഒരു പ്ലേഫുൾനെസ്, ഇവർ ആ ഒരു പ്ലേഫുൾനെസ് എനർജിയാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളത്. എഗെയിൻ നിങ്ങളുമായിട്ടൊരു പ്ലേഫുൾനെസ് എനർജിയിൽ നിൽക്കണം. പ്ലേഫുൾനെസ് എനർജീസ് മീൻസ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേഫുൾനെസ് എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്, അത് ഭയങ്കരമായിട്ടും ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സും മെമ്മറീസും ഒന്നും ഇയാളുടെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കാം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ്. അപ്പം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് എനിക്കിവിടെ ഡീപ്പ് ആയിട്ട് ഫീൽ ചെയ്ത എനർജീസ്, ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ ഫാമിലി ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടെ. നമ്മൾ പറയത്തില്ലേ വിധിയാണ് 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 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നിങ്ങളിപ്പം ജസ്റ്റ് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ പാർട്ടിക്ക് പോകുന്ന പിക്ചേഴ്സോ അല്ലെങ്കിൽ ഇവര് ഹാപ്പി ആയിട്ടിരിക്കുന്ന പിക്ചേഴ്സോ ഒക്കെ കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആര് ഈ ഒരു വ്യക്തി ഭയങ്കര ഹാപ്പി ആണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ബട്ട് അല്ല, ഈ ഒരു വ്യക്തി വളരെ ഡൗൺ ആണ്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എന്റെ ലൈഫ് അടിപൊളിയാണ്, ഞാൻ എൻജോയ് ചെയ്യുകയാണ് എന്റെ കൂട്ടുകാരുടെ കൂടെ എന്നൊക്കെ ആയിരിക്കും ഇവർ കാണിക്കുന്നുള്ളത്. ബട്ട് ഈ ഒരു വ്യക്തി ഹാപ്പി അല്ല. ഇവര് ഹാപ്പി ആകണമെങ്കിൽ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം, എന്നാലേ ഇവര് ഹാപ്പി ആകത്തുള്ളൂ. പക്ഷെ ഈ ഒരു ടൈം അവരുടെ ഫേവറിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് റീകൺസൈൽ ചെയ്യാനും പറ്റുന്നില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ കണക്ഷനിൽ എന്തോ ഒരു ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആ ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തൊരു എനർജീസാണ്. ഇവർ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ഇത് ഇവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഞാൻ ഇന്ന സിറ്റുവേഷൻസ് കൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തതെന്നുള്ള ഒരു റീസൺ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ഈ ഒരു നിങ്ങളുടെ പേഴ്സണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയോ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അതായിരിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പിൻ റീസൺ എന്ന് പറയുന്നത് അതും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ന്യൂ ബിഗിനിങ് വേണം നിങ്ങളുടെ കണക്ഷനിൽ. പക്ഷെ ഇപ്പൊ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നുള്ളത്. കാരണം സിറ്റുവേഷൻസ് നമ്മളുടെ കയ്യിലല്ലെങ്കിൽ പിന്നെ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോവാന്നുള്ളതാണ് ഒരു ഏകയുള്ള ഒരു വഴി. അപ്പം ഈ ഒരു എനർജിയിൽ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു എനർജിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പറ്റിച്ചിട്ട് പോയി ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചു എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് വരുന്നതും അതുകൊണ്ടാണ്. അത് ഇവർ നിങ്ങളോട് അവർക്കുള്ള ആ ഒരു കാര്യം എന്താണെന്ന് എക്സാക്ട് പറയാതിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഹേർട്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഡിസെപ്ഷന്റെ എനർജി ഫീൽ ചെയ്യുന്നത്. ബട്ട് എക്സാക്ട് ഇവർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇയാളുടെ സിറ്റുവേഷൻസ് ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ ആളുടെ സിറ്റുവേഷൻസ് എത്ര ഗുരുതരം ആയതുകൊണ്ടായിരിക്കണം ആള് നിങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും കരിയറിൽ ഫോക്കസ് ചെയ്യാണ് നന്നായിട്ട്. പൈസക്ക് ഒത്തിരിയധികം ആവശ്യങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ട് തന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ഇമോഷൻസും ആ ഒരു ടൈമിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്നല്ല. ഒത്തിരി ലോങ് സെപ്പറേഷനിലാണെങ്കിൽ പോലും ഇവരുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങളുണ്ട്. 7 month ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് സെപ്പറേഷനിലായിരിക്കാം, അല്ലെ 6 month ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, 1 year മുകളിലും സെപ്പറേഷനിലായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്.
പക്ഷെ വരാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിരിക്കണം ഈ ഒരു വ്യക്തിനെ പിടിച്ചു നിർത്തുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി വൺ കാർഡ്. ഫൈവ് ഓഫ് സോർഡ്സിന്റെ എനർജീസ് ആണ്. ഒരു ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കാം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആരൊക്കെയായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ എന്താ ഈ ഒരു വ്യക്തി അനങ്ങാതിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേബിൾ ആയിട്ടോ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് പറ്റിക്കണ്ടല്ലോ എന്നുള്ള ഒരു എനർജിയിലായി ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയില്ല, ഇവരുടെ സിറ്റുവേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു കാഴ്ചയിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഷുഗർ കോട്ട് റീഡിങ്സ് ചെയ്യില്ല എന്നുള്ളത്. കാർഡിൽ എന്താ എക്സാക്ട് വരുന്നത് അതായിരിക്കും പറയുന്നുള്ളത്. അപ്പം ഇവരുടെ എന്തോ സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിലുണ്ട്. അതാണ് നിങ്ങളെ വെറുതെ പറഞ്ഞ് മോഹിപ്പിച്ച് സങ്കടപ്പെടുത്തണ്ട, അതിലും ബെറ്റർ ആയിട്ട് നിങ്ങളുടെ സെപ്പറേഷനിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ബട്ട് ഐ ഡോണ്ട് നോ വൈ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ അവർ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ്റിച്ചു എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സിറ്റുവേഷൻസ് ആണ്. ഒരു പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടോ, പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇത്രയും കാലം നീ വെയിറ്റ് ചെയ്യും, ഞാൻ ആ ഒരു ടൈമിൽ വരാം. ഒരു പക്ഷെ വരാം എന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ ആൾക്ക് റിട്ടേൺ വരാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാശ് തന്ന് പറ്റിക്കുന്നത് പോലാവും. ഇതാവുമ്പോഴേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കത്തില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. എഗെയിൻ എഗെയിൻ സെയിം എനർജീസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ? കുറച്ചു പേർക്കെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുമോ? ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇവരുടെ ലൈഫിലുള്ള ഈ ഒരു സിറ്റുവേഷൻസ് എന്താകുമോ? കുറച്ചു പേർക്കെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് എക്സാക്ട് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അല്ല, വളരെ കുറച്ചു പേർക്കാണ് ഈ ഒരു എനർജീസ് വന്നിട്ടുള്ളത്. അപ്പം ഇവർ വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ടാവും എക്സാക്ട് ഇതായിരുന്നു എന്റെ ലൈഫിലെ സിറ്റുവേഷൻസ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചത്, നീ എന്റെ അവസ്ഥ മനസ്സിലാക്ക്, നിന്നെ ഇപ്പോഴും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളോട് വന്ന് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാർഡ്സിൽ അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and hit the bell icon. Don't forget that. Bye guys, see you.